നമ്മുടെ ടീമിൽ നിന്ന് ക്ലീനിങ്ങിന് വന്നേക്കുവാണ്, അതായത് പാനൽ ഓവറോൾ സർവീസിന് വന്നേക്കുവാണ്. സർവീസിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ്ങിൽ ഈ പാനൽസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് അടുത്തൊന്ന് കാണിച്ച്. ഈ ഡസ്റ്റ് അക്യുമുലേഷനൊക്കെ എന്താവെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളാകുമ്പം ഇത് മൊത്തം ഡസ്റ്റ് അക്യുമുലേറ്റായി ഇത് ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഡസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു പ്രഷർ പമ്പ് വെച്ച് അടിക്കുമ്പം ഫോഴ്സിൽ വെള്ളം നമുക്ക് ഫോഴ്സായിട്ട് അടിക്കുമ്പോഴേ ഈ ഡസ്റ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എത്രത്തോളം നമുക്ക് പാനൽസ് ക്ലീനായിട്ട് വെക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ജനറേഷൻ കിട്ടും. അതുപോലെ നമുക്ക് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ക്രാച്ച് വരാത്ത ഒരു തുണി വെച്ചും ക്ലീൻ ചെയ്യാവുന്നതാണ്. ബേർഡ് ഡ്രോപ്പിങ്സ് ഒക്കെ കാണുവാണെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് നമുക്ക് റബ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്ക്രാച്ച് വരാത്ത രീതിയിൽ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ എൻഡ് ഓഫ് ദ ടിപ്പിൽ വയ്ക്കുന്ന ഒരു ചെറിയ ക്ലിപ്പൊക്കെ ഉണ്ട്. അതായത് വെള്ളം ഫ്ലോ ആകുമ്പോഴേ അത് അക്യുമുലേറ്റ് ആയി അവിടെ ഡാമേജ് വരാത്ത രീതിയിലുള്ള ക്ലിപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ യൂസേജൊക്കെ ഇല്ലാതാവുന്നുണ്ട്. നമ്മളത് വെച്ച് നോക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലർ ഈ ഓട്ടോമാറ്റിക് ക്ലീനിങ് സ്പ്രിങ്ക്ലേഴ്സ് വയ്ക്കാറുണ്ട്. സ്പ്രിങ്ക്ലേഴ്സ് നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ എന്തായാലും ഒരു 2 months once-എങ്കിലും നമ്മളൊരു പ്രഷർ പമ്പ് വെച്ച് ക്ലീൻ ചെയ്യുന്ന രീതിക്ക് സ്പ്രിങ്ക്ലർ അത്രയും എഫക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രഷർ പമ്പ് ആകുമ്പോഴേ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഈ പൊടിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും.